നമ്മളെ ഫ്രണ്ട്സ് ഹാജറ, സഫിയ, നസീമ, സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്നോളി മക്കളെ, എന്താ രസം എന്ന് പറഞ്ഞ് 55-കാരി നഫീസുമ്മ മണാലിയിലെ മഞ്ഞിൽ കളിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ലക്ഷങ്ങളാണ് മക്കൾക്കൊപ്പമുള്ള നഫീസുമ്മയുടെ മണാലി യാത്രയുടെ വീഡിയോ കണ്ടതും ഷെയർ ചെയ്തതും. കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ നഫീസുമ്മ പൊളിയാണെന്ന് പറഞ്ഞു. അതിനിടെയാണ് കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി നഫീസുമ്മയെ അധിക്ഷേപിച്ച് രംഗത്ത് വന്നത്. 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ഒരു വല്യുമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് ദിക്റും സ്വലാത്തും ചെല്ലുന്നതിന് പകരം ഏതോ നാട്ടിൽ പോയി മഞ്ഞിൽ കളിക്കുകയാണ് എന്നാണ് പരിഹാസം. ഇതിന് പിന്നാലെ ഇബ്രാഹിം പുഴക്കാട്ടിരിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. നഫീസുമ്മയുടെ മകൾ ജിഫ്നയും മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ജിഫ്നയുടെ കുറിപ്പ് ഇങ്ങനെ: യാത്രകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് പറയാറുണ്ട്. അതേപോലെ പരന്നു കിടക്കുന്ന പടച്ചോൻ്റെ സൃഷ്ടികൾ കാണാനായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനും എൻ്റെ ഉമ്മയും അന്യസംസ്ഥാനമായ മഞ്ഞ് വീഴുന്ന മണാലിയിലേക്ക് പോയിരുന്നു. തീർത്തും ആനന്ദകരമായ യാത്രക്കിടയിൽ ആദ്യമായി മഞ്ഞ് കണ്ട ആഹ്ലാദത്തിൽ പണം ഞങ്ങൾ തരും. നിഷ്കളങ്കയായ എൻ്റെ ഉമ്മച്ചി മഞ്ഞിൽ അത്യാഹ്ലാദത്തോടെ സന്തോഷിക്കുകയും അതൊരു റീലായി പുറത്തു വരികയുമുണ്ടായി. അതിന് പിന്നാലെയായി തെറി അഭിഷേകവും അടക്കം പറച്ചിലും നിരവധി ഞങ്ങളിലേക്ക് എത്തിയപ്പോഴും ഉമ്മാനെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്കന്ന് കഴിഞ്ഞിരുന്നു. എന്നാൽ അത് ഒരിക്കലും മതപരമായ രീതിയിലേക്ക് വളച്ചൊടിച്ച് ഗുരുതര പ്രശ്നമായി ചിത്രീകരിക്കപ്പെടുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിൻ്റെ സമാധാനമാണ്. എന്തിനു വേണ്ടിയാണോ ആർക്ക് വേണ്ടിയാണോ ആ ഉസ്താദ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുമൂലം എൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിന് സമാധാനം പറഞ്ഞേ തീരൂ. എനിക്കൊരു വിഭാഗത്തോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. അതേപോലെ ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ല. ആരോടും പ്രതികരിക്കാനോ മനസ്സിലാക്കി തരാനോ എനിക്കുദ്ദേശമില്ല. എന്നാൽ കൂടിയും ആ പ്രസംഗം കാരണം ഇന്ന് എൻ്റെ ഉമ്മക്ക് മരണവീട്ടിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നിങ്ങൾ അതുകൊണ്ട് എന്ത് നേടി? അവരെ പിന്തുണയ്ക്കുന്നവർക്ക് അതുകൊണ്ട് എന്ത് കിട്ടി? അതിലാ ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്. 25 വർഷമായി ഭർത്താവ് മരണപ്പെട്ട വല്യുമ്മാക്ക് ഏതെങ്കിലും മൂലക്കിലിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലിയാൽ പോരെയെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു പരാമർശം നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തേ ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ? അല്ലെങ്കിൽ ലോകം പുരുഷന് കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ? അതല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് ഈ പറഞ്ഞ സ്വലാത്തൊന്നും ബാധകമല്ലെന്നാണോ? ഇബാദത്ത് പടച്ചോനും പടപ്പും തമ്മിൽ ആവില്ലേ? നിങ്ങൾക്കെന്തിനാ ഇത്ര ബേജാർ? എൻ്റെ ഉമ്മാൻ്റെ അമലുകളും നന്മകളും പടച്ച റബ്ബിനറിയുന്നിടത്തോളം പടപ്പായ നമ്മൾ അതിൽ തല പുകയ്ക്കേണ്ടതുണ്ടോ? ഉസ്താദ് പറഞ്ഞ പോലെ 10-24 കൊല്ലത്തോളം എൻ്റെ ഉമ്മ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാ കൂലിവേലകളും ചെയ്തിട്ടുണ്ട്. താൻ പൂർണ്ണ ഗർഭിണിയായ ദിവസം, അതായത് എന്നെ പ്രസവിക്കുന്നയന്ന് പോലും എൻ്റെ ഉമ്മ ഞങ്ങളുടെ വിശപ്പടക്കാൻ വീട് പണി നടക്കുന്ന സമയത്ത് പണിക്കാർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാനുമായി എൻ്റെ ഉമ്മക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ വിധവയാകുമ്പോൾ അവൾ കടന്നു പോകുന്ന സാഹചര്യം ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. 3 പെൺമക്കളെയും കാഴ്ച നഷ്ടപ്പെട്ട നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വൃദ്ധയായ ബാപ്പയെയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചെങ്കിലെന്നോർത്ത് വീടുകൾ തോറും കൈനീട്ടേണ്ടി വന്ന പെണ്ണിൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. ആയുസ്സിൻ്റെ പകുതിയോളം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എൻ്റെ ഉമ്മ ഇന്നൊന്ന് ഒരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട കൊടും പാപം? ഇവരെ അനുകൂലിക്കുന്ന മനുഷ്യരെ ഇനി നിങ്ങളോടാണ്. പ്രയാസത്തിൻ്റെ പടുകുഴിയിൽ കൂപ്പുകുത്തിയപ്പോഴും തളരാതെ എൻ്റെ ഉമ്മ അന്ന് പിടിച്ചു നിന്നത് ഞങ്ങൾ മക്കളെയോർത്താണ്. കാരണം ഒരു മനുഷ്യൻ ശരിക്കും യതീമാവുന്നത് ഉപ്പ മരിക്കുമ്പോഴല്ല, അവൻ്റെ മാതാവിനെ നഷ്ടപ്പെടുമ്പോഴാണ്. ദുഃഖഭാരത്തിൻ്റെ അങ്ങേത്തലയ്ക്കൽ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗവും നഷ്ടമായപ്പോൾ ഇന്നൊരു യാത്ര പോയതാണോ എൻ്റെ ഉമ്മ ചെയ്ത തെറ്റ്? ഈ പ്രതിസന്ധി ഘട്ടത്തിലും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിൽക്കുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. ആ മനുഷ്യരോടാണിനി പറയാനുള്ളത്. നന്ദിയുണ്ട് ഒരുപാട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.